വൈബിലൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് അപ്പയുടെ വേണ്ടി വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാനും അച്ഛനും ഇസബും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. ഹോം അലോൺ. ഹായ് പറഞ്ഞേ ഇസബു. ഫാൻസിനോട് ഹായ് പറഞ്ഞേ. എന്റെ കയ്യാ നോക്കണം. അവരിപ്പോ കല്യാണത്തിന് പോയിക്കാണ്, കസിന്റെ കല്യാണത്തിന് പോയിക്കാണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഷോട്ട് നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. കാരണം കസിൻസിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഷോട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കാം. നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ മാതാവിന് മുമ്പ് വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പൊ ഈ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ അവര് രണ്ടും മാത്രമല്ലേ ആ ടൈമിലുള്ളൂ, നമ്മൾ അതിലില്ല. അപ്പൊ നമ്മളല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കണ്ട, അവര് അങ്ങാടിങ്ങാടാ കൊടുക്കണ്ടേ. ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ വെഡിങ് ആനിവേഴ്സറിക്ക് കപ്പിൾസ് പരസ്പരം, കാരണം ഒരു കുഞ്ഞു സാധനമായാലും അത് കൊടുക്കുമ്പോ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും. മനസ്സിലായി? നമ്മൾ കൊടുക്കണേക്കാളും ഇങ്ങനെ അവര് കൊടുക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ നമുക്കത് കാണാം ഗൈസ്. ഞാനും അപ്പം കൂടി പോയി വാങ്ങിച്ചു, അച്ഛനും അമ്മയും കൂടി പോയി വാങ്ങിച്ചു. അപ്പൊ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. അമ്മേ, നമ്മളെന്താക്കാൻ പോണേ? നമ്മളെ എവിടെ പോണേ? നമ്മള് എന്തെടുക്കാൻ? എനിക്ക് ഓക്കെ. അപ്പ അമ്മക്ക് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങണം. അമ്മ അപ്പക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. കമോൺ അമ്മ. പിന്നെ ഞാൻ വെറുതെ പറയും അമ്മക്ക് അപ്പ എന്ത് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയാലും കുഞ്ഞു ഗിഫ്റ്റ്, അതൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു മെമ്മറി ആയിരിക്കും. അത് മനസ്സിലായ? ഇവിടെ കൊറേ ഐറ്റംസ് ഇല്ലേ, എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി വാങ്ങാം. എന്താണെന്ന് ഉദ്ദേശിക്കണേ? എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല പണിയായിരുന്നു ഗൈസ്. അപ്പൊ നമുക്ക് അമ്മ തെണ്ടിത്തന്നെ കണ്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇഷ്ടമുള്ള വാങ്ങണം. ഞാൻ പറഞ്ഞു കൊടുക്കണ പരിപാടിയില്ല. അമ്മ തന്നെ അമ്മയുടെ മനസ്സിന് എന്തെങ്കിലും തോന്നണ രീതി സാധനം വാങ്ങിക്കൊടുക്കും. അല്ലടി, ഇത് എനിക്ക് എട്ടിലെ പാളിയാണ്. അടുത്തത് എനിക്കൊരു ഷോൾ എടുക്കാൻ പോണി. ഞാൻ പറ്റിച്ചുകൊണ്ട് വെച്ച് ഒരു ബ്ലാക്ക് ഷോൾ ഇല്ലാണ്ടിരിക്കണേ. എന്താണ് ഗൈസ് ഇത്? നടക്കൂല. അപ്പൊക്ക് ഇഷ്ടപ്പെട്ട് എന്ത് കൊടുത്താലും ഒരു വികാരം കാണിക്കൂല. ഒരു 15 മിനിറ്റ് ആയിട്ട് ഒരേ നിപ്പ. സന്തോഷം തോന്നല്ല അപ്പൊക്ക് ഇങ്ങനെ വാങ്ങിയൊക്കെ കൊടുക്കുമ്പോ. എന്നെ കൊണ്ടുവന്നിട്ട് സന്തോഷം ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോ എനിക്കെല്ലാം മേടിക്കാൻ സന്തോഷം ഉണ്ടായേനെ. ഒരാൾ അമ്മനെ സഹിച്ചതിന് അപ്പൊക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക്? അതെന്റെ മനസ്സിലാ. കിട്ടണില്ല. ആട്ടന്റെ ഉള്ളിൽ ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മള് കൊടുക്കുമ്പോ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ രണ്ടും കൂടെ തൊഴാണ്. അപ്പൊ മനസ്സിലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇവിടെ ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആക്കുന്ന ആള് അവര് എനിക്ക് വാങ്ങി തന്നു. അപ്പൊ ഞാനെല്ലാം പൊതിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൊതിഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് അറിയില്ല അവര് പരസ്പരം വാങ്ങിച്ചിട്ടുള്ള കാര്യം. അമ്മ പറയണേ, എനിക്ക് നിനക്ക് അപ്പനോട് പറയാനില്ല, എനിക്ക് പറഞ്ഞ വാങ്ങിത്തരായിരുന്നു. ഹലോ ഗൈസ്, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഡേ. അപ്പൊ വീടും വെഞ്ചരിക്കാന്ന് വിചാരിച്ചു. അടുത്താഴ്ച പൊക്കത്ത് മുകളില് പച്ചമയിലുണ്ട്. 9 മണിയാവുമ്പോ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹലോ ചേച്ചി, ബാബാ ബാബാ
അങ്ങനെയല്ലേ അല്ലേ? അങ്ങനെ വായിൽ വെച്ച് കൊടുക്ക് അല്ലേ? കൊടുക്ക് അല്ലേ? അസുലഭ നിമിഷം ക്യാമറയിൽ പകർത്തിയാ. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു റൂം ഡെക്കോർ. അവരുടെ റൂം ഇങ്ങനെ സാധാ പോലെ ഇരിക്കണം, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഡെക്കറേഷൻസ്. പിന്നെ നമുക്ക് ആഗ്രഹമാണ് ആ മറ്റേ നീല ഭിത്തിയാണല്ലോ, അപ്പൊ അതിലെന്തെങ്കിലും വെള്ള സാധനമൊക്കെ വന്നാൽ നല്ല ഭംഗിയുണ്ടാവും. കുറെ ഇതൊക്കെ പറയാറുണ്ട് അമ്മ. അപ്പൊ അതൊക്കെ നമുക്ക് നടത്തി കൊടുക്കാൻ കരുതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ് ഗൈസ്. അത് ഹേന പറഞ്ഞുതരും. അതായത് ഈ റൂമിലാണ് സംഭവം ഉള്ളത്. അപ്പൊ ഈ റൂമിൽ കയറി നിങ്ങൾക്ക് വെറുതെ കയറാൻ പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ 7 സ്റ്റാർസ് വെച്ചിട്ടുണ്ട്. അത് ആരാണ് ഏറ്റവും ഫാസ്റ്റില് കുറെ സ്റ്റാർ കണ്ടുപിടിക്കണം അയാൾക്ക് തുറക്കാം. ഏസിയിൽ സുഖിച്ച് കിടക്കണേ. ടൈം സ്റ്റാർട്ട്സ് നൗ. കാണുന്ന രീതിയിലാണ് എനിക്ക് 2. ഓക്കെ 4 സ്റ്റാർസ് ആയിട്ടാണ്. എനിക്ക് 6 മണിക്ക് ശേഷം കണ്ണ് കാണാറില്ല. പക്ഷെ കണ്ടുപിടിച്ചില്ല. പിന്നെ ഞാൻ അത് നോക്കണമെങ്കിൽ ഞാൻ കൂടുതൽ സ്റ്റിക്കർ സ്റ്റാർ കിട്ടിയേക്കാണ് അമ്മക്കാണ്. അപ്പൊ അമ്മക്കാണ് ഈ താക്കോൽ ഞങ്ങൾ തരാൻ പോകുന്നത്. അവള് കൊച്ചവിടെ സൂചിച്ച് കിടക്കണേ. അതേ കിടക്ക. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. മുകളിൽ പിരിച്ചിട്ടപ്പോ ഞാൻ വിചാരിച്ച് വലിയൊരു വന്ന് കിടന്നുറങ്ങിയിട്ട് ഞാനൊന്ന് തിരുവിട്ടു. ഇതൊക്കെ ഭൂകമ്പം നടന്നതിന് വേണ്ടിട്ട് ആരുടെ വന്ന് കേറണ്ട്. പിന്നെ ഷീറ്റ് കാണാനില്ല ഇവളൊക്കെ എന്താ സാധനം. അപ്പൊ നമ്മളെ ചടങ്ങിലേക്ക് കടക്കാം. ഇതെനിക്ക് കറക്റ്റാ. വന്നു ഗൈസ്. പരിപാടി ഇനി നമ്മൾ പൊക്കത്തോട്ട് പോകുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാകൈസ്. അവൾ അവിടെ ഇരുന്നാ പിന്നെ തിരിച്ചു വരില്ല. അവിടെ ഇരുന്ന ഷിബു അവിടെ ഇരുന്നോ? ഞങ്ങൾ പോണ ബൈ. നിന്നെ കൊണ്ടോല്ലേ അവിടെ ഇരുന്നോ നീ? എനിക്കറിയാടി കുളിച്ചു. ഇവിടെ നമ്മള് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ്. ഇതിന്റെ നല്ലൊരു വീഡിയോ വരുന്നതാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ഹോം ടൂർ ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കണത് എല്ലാരും അവിടെ താഴെ കിടക്കാൻ 16 ബലൂൺ കിടന്നിട്ട് അവർക്ക് ആ ബലൂൺ മാത്രം മതി. അപ്പൊ ഗൈസ് ഇതാണ് അമ്മ അപ്പക്ക് കൊടുക്കണ്ടല്ലേ. അപ്പ അമ്മക്ക് കൊടുക്കണ്ടേ. പക്ഷെ നമുക്ക് ആദ്യം ഇത് അമ്മക്ക് കൊടുക്കാം. അപ്പ കൊടുക്കും അമ്മക്ക്. എന്ത് സാധനം അടുത്ത് ഇത് അമ്മ ഇപ്പൊ ഇങ്ങോട്ട് പോയി വാങ്ങിച്ച നൈറ്റിയാണ്.
ഇഷ്ടപ്പെട്ട പെട്ടി ഇവിടെ ചാച്ചിക്കോ അപ്പക്ക് കൊടുക്ക്. അപ്പൊക്കെ അമ്മ വാങ്ങിച്ച ഗിഫ്റ്റ്സ് ആണ് ഞങ്ങൾ അമ്മ എടുത്തു കൊടുക്കണം. അപ്പൊ ഗസ്റ്റ് ചെയ്യും. അഴുക്കായാലും അറിയൂല, മുഷിഞ്ഞാലും അറിയില്ല. ലൈറ്റ് പറ്റൂല. ഉറപ്പിച്ച അതാണ് അപ്പക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. നല്ലത് വാങ്ങിക്കൊടുത്ത അപ്പൊ അത് നശിപ്പിക്ക. എപ്പൊ നശിപ്പിച്ച എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ സാധനം, പക്ഷെ എവിടെയോ പോയി. ഇത് എല്ലാ ഭാര്യമാരുടെ കയ്യിലും വേണം. എന്താന്ന് പറഞ്ഞാൽ തരുള്ളു. അല്ല എന്ത് താക്കോല്? അമ്മയുടെ ഹൃദയത്തിലേക്കുള്ള താക്കോലാണോ? ഇത് പൊട്ടിയാൽ ഹൃദയം പൊട്ടും. എന്റെ ഹൃദയം പൊട്ടും. ഞാൻ ഉപയോഗമുള്ള സാധനങ്ങളെ ഇത് സെലക്ട് ചെയ്യ ഏത് കഴുതാണെങ്കിലും ഞാൻ ഇതും താഴ്ത്തിട്ട പൊട്ടിപ്പോകും. പിന്നെ ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കണേ ഭയങ്കര പാടാണ്. അതിന് യോജിപ്പിക്കാൻ പറ്റൂല. എന്താന്ന് പറയാവോ? അച്ചപ്പം. അപ്പൊ നേരത്തെ തിരികെ നോക്കിയായിരുന്നു. നോക്കിയായിരുന്നു. അത് ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാലില്ലേ അത് നമുക്ക് പിന്നെ അതേപോലെ ആക്കാൻ പറ്റൂല. അത് അപ്പൊക്ക് അച്ചപ്പം കൊണ്ടപ്പോ ഇവളൊരു ഇതൊക്കെ മേടിക്കാന്നല്ല കുറച്ച് റൊമാൻറ്റിക് ആവാൻ പറഞ്ഞു. എന്താന്ന് പറയാവോ? നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ഒരു 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 അടയാളമാണത്. ഇതെന്റെ ഓർമ്മക്കായിട്ട് വെച്ചോളാം. ഇങ്ങനെയൊക്കെ ഉണ്ടാ. ഇതിപ്പോ കൊടുക്കല്ലേ അമ്മക്കൊന്നും കിട്ടി. ഞങ്ങളുടെ ചോറും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തൊക്കെ കാണിച്ചൊക്കെ നോക്ക്. പണി വരുന്നുണ്ടവറാച്ച. ഇഷ്ടത്തിനനുസരിച്ചാണ് ഇത് ക്ലിപ്പ്. അപ്പൊ ഇയാൾ തിരുത്തി കുറിച്ച് ഞാൻ വെച്ച് വാങ്ങിച്ചു തരാറില്ല. സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണവരാ. നിങ്ങള് വലുതൊക്കെ ചാടി വരുവേ. ഒന്ന് പോ. ഇതിനെ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ അടി കിടക്കോട്ടാ. മാറ്റിയത് ഒരു കാർഡ് നമുക്ക് വേണ്ടി അപ്പൊ കൊണ്ടുവരും. പിന്നെ ഞാനിത് പറഞ്ഞ വാങ്ങിക്കണം നിർത്തിയിരിക്കണായിരുന്നു. എനിക്ക് ഇങ്ങനത്തേക്ക് സാധനം ഇഷ്ടം. അവിടെ പല്ലിയും പാറ്റിനൊക്കെ കൊണ്ടുവന്നു നോക്കി തരുന്നുണ്ട്. പരിപാടിക്ക് ഇപ്പൊ തരാം. കല്യാണത്തിന് കമ്മല് വേണം. പിന്നെയുണ്ടാ വെഡിങ് ആനിവേഴ്സറി കളർഫുൾ ആക്കിയ എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും അഭിവാദ്യങ്ങൾ. വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോ ഒരു സന്തോഷം. പിന്നെ ചെറിയ നമുക്ക് ഇപ്പൊ നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന ചെറിയ സാധനങ്ങൾ, അത് ചിലപ്പോ കമ്മലായിരിക്കാം, മാലയായിരിക്കാം. അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, ഒരു ചെറിയ സാധനങ്ങളും കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടവും. അല്ലാതെ ഇങ്ങനെ കൊണ്ട് തരുമ്പോൾ കിട്ടും ഒരു സന്തോഷവും. അത് കൊല്ലത്തെ അപ്പയുടെ ഇത്രയും പേടിച്ചല്ലേ ലവ് ലവ്. സ്പൂൺ എടുത്തില്ലല്ലേ? എനിക്കെന്താ പറയല്ലേ ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ട്?
എനിക്ക് ഇങ്ങനെ ചുറ്റിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. നമ്മൾ ആകെ ചുറ്റിലിരുന്ന് കഴിക്കണത് ഇങ്ങനെ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോഴാണ്. ചുറ്റിലിരിക്കണേ നല്ല വൈബ്. ഇവിടെ കിസ്സ പാപ്പ എന്നോണ്ടിരിക്കണേ. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട്, ബിരിയാണി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. സൂപ്പറാണ് ഗൈസ്. ബൊഫേ ആണ്, ബൊഫേ. അച്ചു സ്പെഷ്യൽ ബൊഫേ. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. അപ്പൊ പറഞ്ഞുണ്ടാക്കുക കസ്റ്റമൈസ്ഡ് ഫ്രൈഡ് റൈസ്. ക്യാൻഡിൽ കാണാനല്ല, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇവിടെ ഹോട്ടലിന്റെ ഒരു വൈബിലൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഷൂട്ട് കഞ്ഞി നല്ല സുഖം. സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇതാരും മറ്റേ സാധനമില്ലേ, മറ്റേ തൂങ്ങി കിടക്കില്ല ഒരു സാധനം.